ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 4ാം ടെസ്റ്റിന്റെ 4ാം ദിനം ശരിക്കും ഒരു സിനിമയായിരുന്നു. മെൽബണിൽ നടക്കുന്നത് സിനിമയാണോ ക്രിക്കറ്റ് ആണോ എന്ന ആരാധകരെ കൊണ്ട് സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. ദിവസത്തിന്റെ തുടക്കം ഓസ്ട്രേലിയക്ക് അനുകൂലമായാണ് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് മൊമെന്റം ഇന്ത്യയുടെ കയ്യിലായി. എന്തായാലും ദിവസത്തിന്റെ അവസാനം ഓസ്ട്രേലിയ തന്നെ കളി പിടിച്ചു. 4ാം ദിനം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ചർച്ചയാകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അധികം ഇന്ന് ചർച്ചയായിരിക്കുന്നത് യശസ്വി ജയ്സ്വാൾ വിട്ടുകളഞ്ഞ 3 ക്യാച്ചുകളാണ്. കവാജ, അതുപോലെ തന്നെ കമിൻസ്, ലബുഷൈൻ തുടങ്ങിയവരുടെ 3 ക്യാച്ചുകളാണ് അദ്ദേഹം വിട്ടുകളഞ്ഞിരിക്കുന്നത്. മത്സരത്തിന്റെ ബലത്തെ സ്വാധീനം ചെലുത്താൻ ഇടയുള്ള 3 ക്യാച്ചുകളായതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ആദ്യം കവാജയുടെ ക്യാച്ചാണ് അദ്ദേഹം വിട്ടുകളഞ്ഞത്. തൊട്ടു പിന്നാലെ ലബുഷൈന്റെയും അതിനുശേഷം കമിൻസിന്റെയും ക്യാച്ചുകൾ. ഈ 3 ക്യാച്ചുകളും വിട്ടുകളഞ്ഞ തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മ അദ്ദേഹത്തോട് അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. രോഹിത് ശർമ്മയുടെ പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്തായാലും ഇതിനൊക്കെ പിന്നാലെ രോഹിത് ശർമ്മയ്ക്ക് എതിരായി ജയ്സ്വാളിനെ അനുകൂലിച്ച് മൈക്കിൾ ഹസി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ കുറച്ചുകൂടി ശാന്തതയോടെ പെരുമാറാൻ പഠിക്കണം. അവനൊരു യുവതാരമാണ്. ആരും മനഃപൂർവ്വം ക്യാച്ചുകൾ വിടുന്നതല്ല. ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. കുറച്ചുകൂടെ ശാന്തതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കണം. കാരണം അവൻ നിങ്ങളുടെ സഹതാരമാണ്. അല്ലാത്ത പക്ഷം അവനിൽ സമ്മർദ്ദം ഏറുകയുള്ളൂ. എനിക്ക് എന്തായാലും രോഹിത് ശർമ്മയുടെ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് മൈക്കിൾ ഹസി പറഞ്ഞ വാക്കുകൾ.